Radioline News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. കുടിയേറ്റക്കാർക്ക് ആശ്രിതരെ കൊണ്ടുവരുന്നതിനുള്ള ചുരുങ്ങിയ ശമ്പള പരിധി അടുത്ത വർഷം ഉയർത്തുന്ന കൺസർവേറ്റീവ് സർക്കാരിന്റെ പദ്ധതി തൽക്കാലം നടപ്പാക്കേണ്ടതില്ലെന്ന് കീർ സ്റ്റാർമർ പ്രഖ്യാപിച്ചു. പങ്കാളിയെയോ ആശ്രിതരെയോ കൂടെ കൊണ്ടുവരുന്നതിനുള്ള ചുരുങ്ങിയ വരുമാന പരിധി ഈ വർഷം ആദ്യം 18,600 പൗണ്ടിൽ നിന്നും 29,000 പൗണ്ടാക്കി ഉയർത്തിയിരുന്നു. അടുത്ത വർഷം ഇത് 38,700 പൗണ്ട് ആക്കാനായിരുന്നു ഉദ്ദേശം. എന്നാൽ ഈ വർധനവാണ് വേണ്ടെന്ന് താൽക്കാലികമായി വച്ചിരിക്കുന്നത്. ഈ പരിധി പുനഃപരിശോധിക്കണമെന്നും നീതീകരിക്കാവുന്ന രീതിയിലുള്ള ശമ്പള പരിധി നിർദ്ദേശിക്കണമെന്നും മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. രാജ്യത്തിന്റെ ക്ഷേമത്തോടൊപ്പം കുടുംബജീവിതത്തിന്റെ സാഹചര്യവും കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നായിരുന്നു ജനപ്രതിനിധി സഭയിൽ അവർ MP-മാരോട് പറഞ്ഞത്. നിലവിൽ ആശ്രിതരെ കൊണ്ടുവരുന്നതിനുള്ള വരുമാന പരിധി 29,000 പൗണ്ടാണ്. MSC ഇക്കാര്യം പുനഃപരിശോധിച്ച് തീരുമാനമെടുക്കുന്നതുവരെ അത് മാറ്റമില്ലാതെ തുടരും. വരുമാന പരിധി 38,700 പൗണ്ടാക്കി ഉയർത്തുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ അന്നത്തെ ഹോം സെക്രട്ടറി ജെയിംസ് ക്ലവർലി ആയിരുന്നു ഇത് പ്രഖ്യാപിച്ചത്. അതേസമയം ടോറി സർക്കാർ കൊണ്ടുവന്ന വിദ്യാർത്ഥികൾക്കും കെയർ വർക്കർമാർക്കും കുടുംബത്തെ കൂടെ കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണം, സ്കിൽഡ് വർക്കർ വിസയ്ക്ക് യോഗ്യത നേടുന്നതിനുള്ള കുറഞ്ഞ ശമ്പള പരിധി 26,200 പൗണ്ടിൽ നിന്ന് 38,700 പൗണ്ട് ആക്കിയത് തുടങ്ങിയവയെല്ലാം തുടരുക തന്നെ ചെയ്യും. വയനാട് ദുരന്തത്തിൽ അനുശോചനം അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ദുരന്ത ബാധിതർക്കൊപ്പം തങ്ങളുടെ പ്രാർത്ഥനകളുമുണ്ടെന്ന് ജോ ബൈഡൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഉരുൾപൊട്ടലിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ തങ്ങളും പങ്കുചേരുന്നു. അതിസങ്കീർണമായ രക്ഷാദൌത്യവുമായി മുന്നോട്ടു പോകുന്ന ഇന്ത്യൻ സർവീസ് അംഗങ്ങളുടെ ധീരതയെ അഭിനന്ദിക്കുന്നു. ഈ വേദനയ്ക്കൊപ്പം ഇന്ത്യയിലെ ജനങ്ങളെ തങ്ങളുടെ ചിന്തകൾ ചേർത്ത് നിർത്തുന്നുവെന്നും ബൈഡൻ അറിയിച്ചു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ 297 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 200-ലേറെ പേരെ കാണാതായിട്ടുമുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ ഇന്ന് 4ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. 8,000-ലധികം പേരാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞു വരുന്നത്. പോലീസ്, സൈന്യം, അഗ്നിരക്ഷാസേന, നാട്ടുകാർ മുതലായവർ രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. പ്രദേശത്ത് തുടരുന്ന കനത്ത മഴ രക്ഷാദൌത്യത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുമുണ്ട്. ദുരന്ത മേഖലയിൽ സജീവ മനുഷ്യ സാന്നിധ്യമില്ലെന്ന് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തി. ജീവനുള്ള എല്ലാവരെയും രക്ഷിക്കാൻ സാധിച്ചതായി സൈന്യം അറിയിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതിനിടെ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ചർച്ചകളും നടന്നുവരികയാണ്. ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇറാൻ തിരിച്ചടിക്കുമെന്ന് സൂചന നൽകി ജംഖാരൻ പള്ളിയിൽ കൊടി ഉയർത്തി. ഇറാൻ ചുവപ്പ് കൊടിയാണ് പള്ളിക്ക് മുകളിൽ ഉയർത്തിയിരിക്കുന്നത്. ഇത് പ്രതികാരത്തിന്റെ ചെങ്കൊടി എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്രായേലിന് തിരിച്ചടി നൽകേണ്ടത് ഇറാന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയെ ഉത്തരവിട്ടതായി 3 ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബുധനാഴ്ച രാവിലെ ഹനിയ കൊല്ലപ്പെട്ടതായി ഇറാൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ സുപ്രീം ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഖാംന ഈ ഉത്തരവിട്ടതെന്ന് ന്യൂയോർക്ക് ടൈംസ് വ്യക്തമാക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. വിവിധ സംസ്ഥാനങ്ങളുടെ ഗവർണർമാരുടെ യോഗം ഇന്ന്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, കേന്ദ്രമന്ത്രിമാർ, നീതി ആയോഗ് പ്രതിനിധികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു അധ്യക്ഷത വഹിക്കുന്ന ഗവർണർമാരുടെ ആദ്യ സമ്മേളനമാണ് ഇത്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണം, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രചാരണം എന്നിവയാണ് സമ്മേളനം ഇന്ന് ചർച്ച ചെയ്യുക. സംസ്ഥാനത്ത് സ്കൂൾ സമയം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയാക്കണമെന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ. പഠനത്തിന് മെച്ചപ്പെട്ട സമയമാണ് ഇത് എന്നാണ് ഖാദർ കമ്മിറ്റി പറയുന്നത്. ശേഷം ആവശ്യമനുസരിച്ച് സ്പോർട്സ്, ഗെയിംസ്, യോഗ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എന്നിവയ്ക്ക് ഉപയോഗിക്കാം. ആവശ്യങ്ങൾ പരിഗണിച്ച് സ്കൂളുകൾക്ക് സമയം ക്രമീകരിക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് പ്രൊഫസർ MA ഖാദർ ചെയർമാനായ വിദഗ്ധ സമിതി സമർപ്പിച്ച മികവിനുമായുള്ള വിദ്യാഭ്യാസം എന്ന റിപ്പോർട്ടിലെ 2ാം ഭാഗത്തിൽ അക്കാദമിക് മികവിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. റിപ്പോർട്ടിന്റെ 2ാം ഭാഗം ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം അംഗീകരിച്ചു. ശുപാർശകൾ ചർച്ചയ്ക്ക് ശേഷം സമവായത്തിൽ നടപ്പാക്കാനാണ് മന്ത്രിസഭയിലെ ധാരണ. വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സർക്കാർ 6 കോടി രൂപ അനുവദിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പണം അനുവദിക്കണമെന്ന വയനാട് ജില്ലാ കളക്ടറുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുന്നത്. മേപ്പാടിക്ക് സമീപം ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായാണ് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ദുരന്ത നിവാരണ വകുപ്പ് തുക അനുവദിച്ച് ഉത്തരവിറക്കിയത്. ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ 2 കോടി, ആഹാരത്തിനും വസ്ത്രത്തിനും 2 കോടി, മറ്റിനങ്ങൾക്ക് 2 കോടി എന്നിങ്ങനെയാണ് തുക അനുവദിച്ചത്. എന്നാൽ സമാനതകളില്ലാത്ത ദുരന്തം നേരിടാനുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക്
ഈ തുക അപര്യാപ്തമാണെന്ന വാദവുമുണ്ട്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡപ്രകാരം മാത്രം തുക വിനിയോഗിക്കണമെന്നും വിനിയോഗം സംബന്ധിച്ച വിവരം പോർട്ടലിൽ രേഖപ്പെടുത്തണമെന്നും വിനിയോഗ സർട്ടിഫിക്കറ്റ് സർക്കാരിലേക്ക് ലഭ്യമാക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ബഡ്ജറ്റിൽ 42.16 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ പദ്ധതിയിതര ഫണ്ടിൽ നിന്ന് 2 കോടിയാണ് മാറ്റിപ്പാർപ്പിക്കാനായി വയനാടിന് അനുവദിച്ചത്. ഇനി സ്പോർട്സ് വാർത്തകൾ. ഡ്യൂറൻ കപ്പിൽ മുംബൈ സിറ്റിയെ ഗോൾ മഴയിൽ മുക്കി കേരള ബ്ലാസ്റ്റേഴ്സ്. കാമി പെപ്രയും നൌ സദോയും ഹാട്രിക്കുമായും പകരക്കാരനായിറങ്ങിയ ഇഷാൻ പണ്ഡിത ഇരട്ട ഗോളുമായും നിറഞ്ഞാടിയ പോരാട്ടത്തിൽ എതിരില്ലാത്ത 8 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ജയം. വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്ക് ഐക്യദാർഢ്യം അറിയിച്ച് കറുത്ത ബാഡ്ജ് ജേഴ്സിയിൽ അണിഞ്ഞാണ് മഞ്ഞപ്പട കളത്തിലിറങ്ങിയത്. ആദ്യ ഗോളടിച്ച ശേഷം ഈ ബാഡ്ജ് ഗാലറിയെ കാണിച്ചായിരുന്നു ടീമിന്റെ ആഘോഷം. ഡ്യൂറൻ കപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജയമാണ് കൊൽക്കത്തയിൽ പിറന്നത്. മുംബൈക്കായി റിസർവ് ടീമാണ് കളത്തിൽ ഇറങ്ങിയത്. ഇനി ഒളിമ്പിക്സ് വാർത്തകൾ. ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പ്രതീക്ഷയായിരുന്ന PV സിന്ധു 2 തവണ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ സിന്ധു ഇത്തവണ ചൈനീസ് താരമായ ഹെബിങ് ജിയാവോയോട് പ്രീ ക്വാർട്ടറിൽ തോറ്റ് പുറത്തായി. നേരിട്ടുള്ള സെറ്റുകളിലാണ് തോൽവി ഏറ്റുവാങ്ങിയത്. ബെൽജിയത്തോട് 1-2 ഗോളുകൾക്ക് ഹോക്കിയിൽ ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയുടെ ആദ്യ പരാജയം കൂടെയാണിത്. ലക്ഷ്യ സെൻ പുരുഷ സിംഗിൾസിൽ ക്വാർട്ടർ ഫൈനൽ കടന്നിരുന്നു. മലയാളി താരം SH പ്രണോയിയെ വീഴ്ത്തിയാണ് താരം വിജയമുറപ്പിച്ചത്. 50 റൈഫിൾ 3 പൊസിഷനിൽ വ്യാഴാഴ്ച സ്വപ്നിൽ കുസാലെ വെങ്കലം നേടിയിരുന്നു. സ്വപ്നിലെ കൂടാതെ വ്യക്തിഗത ഇനത്തിന് മനു ഭാക്കറും ടീം ഇനത്തിൽ മനു ഭാക്കറും സരബ്ജോത് സിംഗും ചേർന്നാണ് ഇന്ത്യക്ക് വെങ്കലം സമ്മാനിച്ചത്. 106.65 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio